ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും അമ്മയും കൂടെ കൊല്ലത്തേക്കാണ് ഈ യാത്ര. അപ്പോൾ ഇത് നമ്മുടെ പുനലൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ പണി നടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയി 2 ടിക്കറ്റ് എടുത്തു കേട്ടോ. നമുക്ക് കൊല്ലത്തേക്ക് 10 രൂപയാണ് ഒരാൾക്ക്. നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും കാണില്ല. 8:10-നാണ് ട്രെയിൻ. ഇപ്പോൾ ഒരു 7:49 ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കാം, കുറച്ച് മുമ്പിലോട്ട് പോയി കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ദേ ഒരു ഇടയ്ക്കലത്തെ ബോഗിയിൽ കയറി കേട്ടോ. ഞങ്ങൾ വന്നിരുന്ന ടൈമിൽ വലിയ മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ മഴ പെയ്തു. ആക്ച്വലി ഈ മഴയൊക്കെ ഉള്ളപ്പോൾ ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ബോറാണ്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒടുക്കത്തെ തണുപ്പായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എന്തിനാ കൊല്ലത്ത് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലേ. അപ്പം ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ പാസ്പോർട്ട് ഓഫീസിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കൊരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് പോവുകയാണ്. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക, പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ പോകുന്ന വഴിയിലൊക്കെ ഈ ഒരു മഴ കാരണം കുറേ വാഴയും ചീനിയും അതൊക്കെ വെള്ളം കയറി കിടക്കുന്ന കണ്ടു കേട്ടോ. വാഴയൊക്കെ ഒടിഞ്ഞൊക്കെ കിടക്കുന്ന കണ്ടു. ഓരോ സ്റ്റേഷൻ കഴിയും തോറും ട്രെയിനിൽ നല്ല രീതിയിൽ ആൾ കയറി തുടങ്ങി കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കൽ വലുതായിട്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ ഈ ചന്ദനത്തോപ്പൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കോളേജൊക്കെ എനിക്ക് ഓർമ്മ വന്നു. നമുക്ക് പുനലൂരിൽ നിന്നൊരു 1 hour അത്രയേ ഉള്ളൂ കേട്ടോ ട്രെയിനിൽ വരുമ്പോൾ. അങ്ങനത്തെ കൊല്ലത്തെത്തിയിട്ടുണ്ട്. കൊല്ലമൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യം പറയാമല്ലോ, ഞാൻ പണ്ട് ഇവിടെ കോച്ചിങ്ങിനൊക്കെ വരുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരും. സത്യം പറഞ്ഞാൽ ഇവിടെ കിടന്ന് കുറേ കറങ്ങി നടന്നിട്ടുള്ളതാണ് ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ. നമുക്ക് പാസ്പോർട്ട് ഓഫീസിൽ ചെല്ലേണ്ട സമയം എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ടൈം 10:15 അങ്ങാണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 9:15 ആയപ്പം കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കാപ്പി കഴിച്ചിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. അവലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഒരു 3ാമത്തെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു നമ്മൾ ട്രെയിൻ വന്ന് നിർത്തിയത്. പിന്നെ അവിടുന്ന് എക്സ്കലേറ്ററൊന്നും ഓണൊന്നുമല്ല. പിന്നെ അവിടുന്ന് അമ്മ എങ്ങനെയൊക്കെയോ പിടിച്ച് നമ്മൾ സ്റ്റെപ്പ് കയറ്റി മുകളിൽ കൊണ്ടുവന്നു. എന്നിട്ട് ദേ പുറത്തിറങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റിൽ നിന്നാണ് ഒരു ഷോപ്പിൽ കയറി നമ്മൾ കാപ്പിയൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ഫുഡായിരുന്നു അവിടുത്തെ. പിന്നെ അവിടുന്ന് ഒരു ഓട്ടോയിൽ കയറി നമ്മൾ പാസ്പോർട്ട് ഓഫീസിലേക്കാണ് കേട്ടോ പോകുന്നത്. അധികം ദൂരമൊന്നുമില്ല, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോയിലാണ് പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊല്ലത്തെ പാസ്പോർട്ട് ഓഫീസ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ അകത്ത് കയറി കേട്ടോ. ചോദിച്ചിട്ട് അകത്തേക്ക് കയറി. എന്നിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം ഉണ്ടല്ലോ. സോ കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ദേ തിരിച്ച് പിന്നെയും റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. 12 മണിക്ക് നമുക്ക് ട്രെയിൻ ഉണ്ട് കേട്ടോ. ഒരു 11:30 ആയപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. നല്ല മഴയെന്ന് വെച്ചാൽ ദേഹം ഫുള്ള് നനഞ്ഞു കേട്ടോ. മഴ കാരണം ഭയങ്കരമായിട്ട് നനഞ്ഞു. നടന്നു വന്നപ്പോൾ തിരിച്ച് നമ്മൾ നടന്നാണ് വന്നത്. അങ്ങനെ ഫുള്ള് നനഞ്ഞു. തിരിച്ച് നമുക്ക് ചെന്നൈ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു, ആ ട്രെയിനിലാണ് നമ്മൾ വന്നത്. നല്ല രീതിയിൽ തിരക്കായിരുന്നു ഗൈസ്. അങ്ങനെ കുറേ നേരം ഇടുങ്ങിയിരുന്നാണ് വന്നത് ട്രെയിൻ. അങ്ങനെ ദേ പുനലൂർ എത്തി കേട്ടോ. എത്ര ദൂരെ പോയാലും നമുക്ക് നമ്മുടെ നാട് കാണുമ്പോൾ സന്തോഷമല്ലേ. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.